ഷ്രോഡിഞ്ചറിന്റെ ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ ആണ് ഡെറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഷ്രോഡിഞ്ചർ ടൈം ഡിപെൻഡന്റ് ഫോം എന്ന് പറയുന്നത് അതൊരു ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ്. അത് ഏതൊരു സെൻസിൽ വരുന്നതാണ്? ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ കൂടെ ആ ഒരു സെൻസിൽ വരുന്ന ഇക്വേഷൻ ആണ് ഷ്രോഡിഞ്ചറിന്റെ ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഡെറൈവ് കൺസിഡർ ചെയ്യുന്ന psi = a × e⁻⁻ dt - px എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിനെ നമ്മൾ in terms of x വെച്ച് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a × ഈ ഒരു ഫുൾ ടേമിനെ നമ്മൾ e⁻x ആക്കി എടുക്കുന്നു. e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ. അപ്പോൾ ആ ടേം അതേപോലെ വരും ഇൻടു ഈ -i/x വരുന്നു. പിന്നെ ഈ e എന്ന് പറയുന്നത് 0 ആണ്. ഇതെന്ന് പറയുന്നത് x ന്റെ ഡെറിവേറ്റീവ് 1. ഇനി ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. we have taking the second order derivative with respect to x. dou square psi by dou x square വരുന്നു. അതെന്ന് പറയുന്നത് a × e⁻⁻ dt minus px into minus I by x square into minus p ഒരു തവണ ഇവിടെ എഴുതാൻ കഴിയും. minus I by x square into p. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാം. അതെന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും ടൈമിൽ നമുക്ക് psi എഴുതാം. psi into I minus I into minus I എന്ന് പറയുന്നത് I square by x cut into x square into minus p into minus p square. അപ്പോൾ നമുക്കറിയാം I square എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ is equal to minus p square by x square psi എഴുതാം. dou square psi by dou x. ഇനി ഇവിടെ നമ്മൾ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നടത്തുന്നു. ഈ p square psi അവിടെ നിർത്തിയിട്ട് ഈ p square psi അവിടെ നിർത്തുന്നു. എന്നിട്ട് x square നെ കൊണ്ടുവന്നു. അപ്പോൾ x square dou square psi by dou x square equal to p square psi. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇവിടെ നമ്മൾ ടിയുടെ ടേംസിലാണ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ px എന്ന് പറയുന്നത് ടോട്ടലി 0 ആണ്. ഈ ടിയുടെ ഈ കോൺസ്റ്റന്റ് ടിയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഈ ടേമിനെ നമുക്ക് ഇത്ര ടേമിനെ സാധിക്കുന്നത് എന്താണ്? psi into minus I by x cut. ഇനി ഈ psi അവിടെ നിർത്തുന്നു. ബാക്കി ടേംസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു നമുക്ക് എങ്ങനെ എഴുതാം? ഈ psi equal to minus I by x cut dou psi by dou t. ഇതിനെ ഇക്വേഷൻ നമ്പർ 2. ഒരു പാർട്ടിക്കിളിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ സം ആണ്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p²/2m ആണ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് u ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ 2 ഔട്ട് ഒരു സൈൻ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സൈൻ ഈക്വൽ ടു p²/2m psi പ്ലസ് u psi. അപ്പം ഈ സൈനെ നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്പർ 1 ൽ കൊടുത്തതാണ് minus I by x cut dou psi by dou t equal to ഈ p square psi നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ൽ ഉള്ളതാണ്. x cut square dou square psi by dou x square ബാക്കി കിട്ടുന്നത് 2m പ്ലസ് u psi. ഇനി ഇതിനെ നമുക്ക് 3D ഫോമിൽ റെപ്രസെന്റ് ചെയ്താൽ minus I by x cut dou psi by dou t equal to x cut square by 2